14. നമ്പൂതിരിപ്പാട്ടിലെ പരിണയം. നമ്പൂതിരിപ്പാട്. പഞ്ചുവോട് എനിക്ക് സ്വകാര്യമായി ഒരു കാര്യം പറവാനുണ്ട്. പഞ്ചുമേനോൻ. എന്താണെന്നറിഞ്ഞില്ല, അരുളി ചെയ്യാമല്ലോ. നമ്പൂതിരിപ്പാട്. പഞ്ചു അത് എനിക്ക് സാധിപ്പിച്ചു തരണം. പഞ്ചുമേനോൻ. പാടുള്ളതാണെങ്കിൽ സാധിപ്പിക്കുന്നതിന് അടിയൻ എന്താണ് വിരോധം? നമ്പൂതിരിപ്പാട്. പാടുള്ളത് തന്നെ. പഞ്ചുമേനോൻ. അരുളി ചെയ്തു കേട്ടാൽ നിശ്ചയിക്കാം. നമ്പൂതിരിപ്പാട്. പഞ്ചുവിൻ്റെ മരുമകൾ കല്യാണിയോടുകൂടി എനിക്ക് ഇന്നു രാത്രി സംബന്ധം തുടങ്ങി നാളെ പുലരാൻ 4-5 അവളെയും കൊണ്ട് ഇല്ലത്തേക്ക് പോണം. ഇന്ദുലേഖയ്ക്ക് എന്നോട് ലേശം ഭ്രമമില്ല. ഇന്ദുലേഖ എൻ്റെ ഭാര്യയായി ഇരിക്കില്ലെന്ന് ഇന്ന് തീർച്ചയായി പറഞ്ഞു. കല്യാണിക്കുട്ടിയെ ഞാൻ ഇന്ന് രാവിലെ കണ്ടു. എനിക്ക് ബോധ്യമായി. പഞ്ചു ഇതിന് സമ്മതിക്കണം. അല്ലെങ്കിൽ ഞാൻ വലിയ വ്യസനത്തിലും അവമാനത്തിലും ആവും. സംബന്ധം ഇന്നു രാത്രി തന്നെ വേണം, അതിന് സംശയമില്ല. പഞ്ചുമേനോൻ ഇതു കേട്ടപ്പോൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. പഞ്ചുമേനോൻ. ഇത് ഇത്ര ബന്ധപ്പെട്ട് നിശ്ചയിക്കാൻ പ്രയാസമല്ലേ? അടിയൻ ആലോചിച്ചു പറയാം. നമ്പൂതിരിപ്പാട്. വയ്യ, അതൊന്നും വയ്യ. പഞ്ചു എന്നെ അപമാനിക്കരുത്. പഞ്ചു എന്നെ മാനമാക്കി അയക്കണം. ഇനി ഒട്ടും താമസിക്കരുത്. ഞാൻ വളരെ അപമാനത്തിലായിരിക്കുന്നു. പഞ്ചു നിവർത്തിച്ചു തരണം. പഞ്ചുമേനോൻ. അടിയൻ അന്വേഷിച്ച് ആലോചിച്ച് പറയാം. നമ്പൂതിരിപ്പാട്. അന്വേഷിക്കാൻ ഒന്നുമില്ല. പഞ്ചു സമ്മതിച്ചാൽ സകലം നടക്കും. പഞ്ചുമേനോൻ. അടിയൻ വേഗം ഇങ്ങു തന്നെ വിടകൊള്ളാം. നമ്പൂതിരിപ്പാട്. എന്നാൽ ഇത് സ്വകാര്യമായിരിക്കട്ടെ. ഞാൻ പോയതിൻ്റെ ശേഷമേ ആളുകൾ ഇതിനെക്കുറിച്ച് പുറത്തറിയാവൂ. പഞ്ചുമേനോൻ. സ്വകാര്യമായിട്ട് തന്നെ അടിയൻ വെച്ചിട്ടുള്ളൂ. പഞ്ചുമേനോൻ മാളികയിൽ നിന്ന് പതുക്കെ താഴത്തിറങ്ങി. ഇതെന്തൊരു കഥ, എന്താണിവിടെ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചും കൊണ്ട് തൻ്റെ അറയിൽ പോയി ഇരുന്ന് വിചാരിച്ചത് താഴെ കാണിക്കുന്നു. ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങാൻ വരുത്തിയിട്ട് കല്യാണിക്കുട്ടിയെ സംബന്ധം കഴിച്ചു കൊണ്ടുപോയി. ഇത് ഒരു പരിഹാസമായി തീരുമോ? എന്താണ് പരിഹാസമായി തീരാൻ? പരിഹാസമുണ്ടെങ്കിൽ അത് നമ്പൂതിരിപ്പാട്ടിനെ പറ്റിയേ ഉണ്ടാകുകയുള്ളൂ. ഇന്ദുലേഖയ്ക്ക് ഈ വങ്കൻ നമ്പൂതിരിപ്പാട്ടിനെ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ നമ്പൂതിരിപ്പാട് കല്യാണിക്കുട്ടിയെ സംബന്ധം ചെയ്ത് കൊണ്ടുപോയി. ഇതിൽ ഇന്ദുലേഖയ്ക്ക് ഒരവമാനവും ഇല്ല, കല്യാണിക്കും ഒരവമാനമില്ല. വിഡ്ഢിയാണെങ്കിലും അദ്ദേഹം വലിയ ഒരാളല്ലേ, മഹാധനികൻ. ഇന്ദുലേഖ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മം കല്യാണിക്ക് ഈ സംബന്ധം ഉണ്ടാകയില്ല. പിന്നെ ഈ തറവാട്ടിലേക്ക് തന്നെ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധം മാനമായിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇത് സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. ഏതായാലും അനുജൻ ശങ്കരനോട് ഒന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ വിചാരിച്ച് ഉറച്ച് ഭാര്യയെ വിളിച്ചു. കുഞ്ഞിക്കുട്ടിയമ്മ. എന്താണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പഞ്ചുമേനവൻ ചിരിച്ചും കൊണ്ട്. ശരി തന്നെ, ശരി തന്നെ. ശങ്കരനോട് ഒന്ന് ഇത്രത്തോളം വരാൻ ഒരാളെ അയക്കൂ. കുഞ്ഞിക്കുട്ടിയമ്മ. അയക്കാം. സംബന്ധം ഇന്ന് നടക്കുമോ? പഞ്ചുമേനവൻ ചിരിച്ചും കൊണ്ട്. ഇന്നു തന്നെ, അതിനെന്ത് സംശയം. വേഗം കുഞ്ഞിക്കുട്ടിയമ്മ ശങ്കരമേനവനെ വിളിക്കാൻ ആളെ അയച്ചു. കുഞ്ഞിക്കുട്ടിയമ്മ പഞ്ചുമേനവൻ ദ്വയാർത്ഥമായി പറഞ്ഞ വാക്ക് ഇന്ദുലേഖയെ സംബന്ധിച്ചാണെന്ന് നേരെ ധരിച്ച് ഇന്ദുലേഖയ്ക്ക് അന്ന് രാത്രിയാണ് സംബന്ധം എന്ന് അവിടെയുള്ള എല്ലാ ബാല്യക്കാരോടും ദാസികളോടും കണ്ടവരെല്ലാവരോടും പറഞ്ഞു. പിന്നെ വർത്തമാനം ക്ഷണേന എങ്ങും പ്രചുരമായി. ശങ്കരമേനവനെ അന്വേഷിച്ച് കാണായിക കൊണ്ട് പഞ്ചുമേനവൻ തന്നെ അയാളെ അന്വേഷിപ്പാൻ പൂവള്ളി വീട്ടിൽ പോയി. ആ സമയം ശങ്കരശാസ്ത്രി പഞ്ചുമേനവനെ കാണാൻ വേണ്ടി പൂവരങ്ങിലേക്ക് ചെന്നു. നാട്ടിൽ പോവാൻ യാത്ര ചോദിപ്പാനാണ് ചെന്നത്. ശങ്കരശാസ്ത്രി നിത്യം രാമായണ പാരായണത്തിന് പഞ്ചുമേനവനാൽ നിയമിക്കപ്പെട്ട ശാസ്ത്രികളാകുന്നു. ശങ്കരശാസ്ത്രി ഇന്ദുലേഖയുടെ സംബന്ധ വർത്തമാനം കേട്ടതിനാലുണ്ടായ കഠിന വിഷാദം കൊണ്ടോ അതല്ല വല്ല കാര്യമുണ്ടായിട്ടോ എന്നറിഞ്ഞില്ല, അന്നു തന്നെ നാട്ടിലേക്ക് ഒന്ന് പോവണമെന്ന് ഉറച്ച് യാത്ര ചോദിക്കാനാണ് പൂവരങ്ങിൽ ചെന്നത്.
ചെന്നപ്പോൾ പുറത്ത് കണ്ടത് കുഞ്ഞിക്കുട്ടിയമ്മയെയാണ്. ശാസ്ത്രികൾ: മൂപ്പര് എവിടെ? കുഞ്ഞിക്കുട്ടിയമ്മ: മൂപ്പര് പൂവള്ളിയിലേക്ക് ഇറങ്ങി. ഇന്ദുലേഖയുടെ സംബന്ധം ഇന്ന് രാത്രിക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ശാസ്ത്രികൾ എന്താണ് ഒന്നും ഉത്സാഹിക്കാത്തത്? ഇങ്ങട് ഇന്ന് കണ്ടതേയില്ല. ശാസ്ത്രികൾ: എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. ഞാൻ ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകുന്നു. നിലാവ് അസ്തമിക്കുമ്പോഴേക്ക് നമ്മളുടെ ഊട്ടുപുരയിൽ എത്തിക്കിടക്കാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞിക്കുട്ടിയമ്മ: ഇന്ന് ഇന്ദുലേഖയുടെ സംബന്ധ ദിവസം, പോവരുത്. ശാസ്ത്രികൾ: എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. എനിക്ക് ഇപ്പോൾ തന്നെ പോവണം. മൂപ്പരോട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ 7-8 ദിവസത്തിലധികം മടങ്ങി വരും. ഇവിടെ ഞാൻ വരുന്നത് വരെ പാരായണത്തിനും മറ്റും അണ്ണാത്തര വാദ്യാരെ ഷട്ടം ചെയ്തിട്ടുണ്ട്. ഞാൻ പോവുന്നു. കുഞ്ഞിക്കുട്ടിയമ്മ: എന്നാൽ അങ്ങനെയാവട്ടെ, ഞാൻ പറഞ്ഞേക്കാം. ശാസ്ത്രികൾ പൂവരങ്ങിൽ നിന്നു മടങ്ങി അമ്പലത്തിൽ വന്ന് പിറ്റേ ദിവസത്തെ വണ്ടി കയറാൻ ഒരു വ്യവഹാരകാര്യമായി അടിയന്തിരമായി പോവുന്ന 2 നമ്പൂതിരിമാരോടുകൂടി രാത്രി 7 മണി സമയം പുറപ്പെടുവാൻ നിശ്ചയിച്ച് ചെമ്പാഴിയോട്ട് നിന്ന് തീവണ്ടി സ്റ്റേഷനിലേക്ക് നല്ലവണ്ണം 4.5 വഴിയുണ്ട്. നല്ല ചന്ദ്രിക ഉണ്ടായിരുന്നതിനാൽ പകുതി വഴി രാത്രി തന്നെ നടക്കാമെന്നുറച്ചു. പഞ്ചുമേനോൻ ശങ്കരമേനവനെ അന്വേഷിച്ച് കണ്ടുകിട്ടുമ്പോഴേക്കും നേരം ഏകദേശം 6 മണി സമയമായിരിക്കുന്നു. പഞ്ചുമേനോൻ: നീ എവിടെയായിരുന്നു ശങ്കര? ശങ്കരമേനവൻ: ഞാൻ പുതുതായി തൈവയ്ക്കുന്ന പറമ്പിൽ പോയിരുന്നു. ആ ഉണ്ണിക്കിട്ടയെ പറമ്പ് ഏൽപ്പിച്ചത് നന്നായില്ല. കിള മഹാ അമാന്തം. തൈകൾ വളരെ അടുത്ത് വച്ചിരിക്കുന്നു. പഞ്ചുമേനോൻ: അതെല്ലാം പിന്നെ പറയാം. നിനക്ക് ഒരു വർത്തമാനം കേൾക്കണോ? ശങ്കരമേനോൻ: എന്താണെന്നറിഞ്ഞില്ല. പഞ്ചുമേനോൻ: ആ നമ്പൂതിരിപ്പാട്ടിലേക്ക് നമ്മുടെ കല്യാണിക്കുട്ടിയെ സംബന്ധം ചെയ്ത് കൊണ്ടുപോവണം പോൽ. ശങ്കരമേനോൻ: ഇതെന്തു കഥ? പഞ്ചുമേനോൻ: എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. ശങ്കരമേനവൻ: അമ്മാമൻ എന്തു മറുപടി പറഞ്ഞുവോ? പഞ്ചുമേനോൻ: ഞാനൊന്നും തീർച്ച പറഞ്ഞില്ല. നിന്നോട് അന്വേഷിച്ചിട്ട് ആവാമെന്ന് നിശ്ചയിച്ചു. ഗോവിന്ദപ്പണിക്കരെ ഒന്ന് വരുത്തണ്ടേ? ആളെ അയക്കൂ. ശങ്കരമേനോൻ: ഗോവിന്ദപ്പണിക്കർ ഇന്നലെ പൊൽപ്പായിക്കളത്തിലേക്ക് പോയിരിക്കുന്നു. ഗോവിന്ദൻകുട്ടിയും കൂടെ പോയിരിക്കുന്നു. അവിടെ സമീപം നായാട്ട് നിശ്ചയിച്ചിട്ടുണ്ടത്രേ. നാളേക്ക് അവർ മടങ്ങിയെത്തുകയുള്ളൂ. പഞ്ചുമേനോൻ: ഇയാളുടെ നായാട്ട് ഭ്രാന്ത് കുറെ അധികം തന്നെ. ആ കുട്ടിയെ എന്തിനു വലിച്ചു കൊണ്ടുപോയി? ഗോവിന്ദൻകുട്ടിയും മാധവന്റെ മാതിരി തന്നെ ആയി എന്ന് തോന്നുന്നു. അസത്ത് കുട്ടികളെ ഇംഗ്രീസ് പഠിപ്പിച്ചതിൻ്റെ ഫലം. ആട്ടെ, ഈ സംബന്ധത്തെക്കുറിച്ച് നീ എന്ത് വിചാരിക്കുന്നു? ശങ്കരമേനോൻ: അമ്മാമന് എങ്ങനെ ഇഷ്ടമോ അതുപോലെ. പഞ്ചുമേനോൻ: നമ്പൂതിരിപ്പാട് വിഡ്ഢിയാണെങ്കിലും വലിയ ഒരാളല്ലേ. അദ്ദേഹത്തിൻ്റെ സംബന്ധം നമ്മുടെ തറവാട്ടിലേക്ക് വളരെ ഭൂഷണമായിരിക്കും. അതിന് സംശയമില്ല. പിന്നെ ഈ കുമ്മിണിയുടെ വർഗത്തിൽ ഈ സംബന്ധമാവുന്നതിൽ മാത്രമേ എനിക്ക് സുഖക്കേടുള്ളൂ. ശങ്കരമേനോൻ: അത് വിചാരിക്കാനില്ല. ആ പെണ്ണ് സാധുവാണ്. പഞ്ചുമേനോൻ: ആൺകുട്ടികളാണ് വികൃതികൾ. ആട്ടെ, എന്നാൽ ശങ്കരന് സമ്മതമായോ? ശങ്കരമേനോൻ: അമ്മാമൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ്. പഞ്ചുമേനോൻ: എന്നാൽ നീ ഒന്ന് നമ്പൂതിരിപ്പാട്ടിലെ അടുക്ക പോയി വിവരമറിയിക്കണം. ശങ്കരമേനോൻ: ഇന്നു തന്നെ നടക്കണമെന്നാണോ നിശ്ചയിച്ചത്? പഞ്ചുമേനോൻ ചിരിച്ചും കൊണ്ട്: അങ്ങനെയാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞത്. അങ്ങനെ ആയിക്കോട്ടെ, ഭാരം തീരട്ടെ. ഇന്നു നടന്നാൽ നാളെ രാവിലെ ഇവിടുന്ന് പോവുമല്ലോ. ഇന്ന് തന്നെ ആയിക്കോട്ടെ, അല്ലേ? ശങ്കരമേനോൻ: അങ്ങനെ തന്നെ. ഞാൻ കേശവൻ നമ്പൂതിരിയോട് പറഞ്ഞയക്കാം. അതല്ലേ നല്ലത്. പഞ്ചുമേനോൻ: വളരെ സ്വകാര്യമായിട്ടാണ് എന്നോട് നമ്പൂതിരിപ്പാട് ഈ കാര്യം പറഞ്ഞത്. കേശവൻ നമ്പൂരിയോട് ഇപ്പോൾ പറയണ്ട. പക്ഷേ നമ്പൂരിപ്പാട്ടിലെ കൂടെയുള്ള ഗോവിന്ദൻ എന്നവനെ വിളിച്ച് പറഞ്ഞയച്ചോ? പഞ്ചുമേനോന്റെ കൽപ്പന പ്രകാരം ശങ്കരമേനോൻ പടിമാളികയുടെ ചുവട്ടിൽ പോയി ഗോവിന്ദനെ വിളിച്ച് വിവരം പറഞ്ഞു. ഗോവിന്ദൻ ഉടനെ നമ്പൂതിരിപ്പാടിരിക്കുന്ന അകത്തു ചെന്നു. നേരം രാത്രി 7 മണിയായിരിക്കുന്നു. നമ്പൂതിരിപ്പാട് നരി എര കാത്ത് കിടക്കും പോലെ പടിമാളിക മുകളിൽ തന്നെ ഇരിക്കുന്നു. നമ്പൂതിരിപ്പാട്: എന്താണ് ഗോവിന്ദ, എല്ലാം ഷട്ടമായോ? ഗോവിന്ദൻ: റാൻ, സകലം ഷട്ടമായി. ഇനി നീരാട്ടുകുളിക്ക് എഴുന്നള്ളാൻ താമസിക്കേണ്ട.
ഈ കാര്യം എല്ലാവർക്കും സമ്മതമായിരിക്കുന്നു. എന്നാലും ആരോടും ഇവിടുന്ന് അരുളി ചെയ്തു പോവരുത്. ഇന്ദുലേഖയ്ക്കാണ് സംബന്ധം ഇന്ന് രാത്രി എന്ന് എല്ലാവരോടും അടിയൻ പ്രസിദ്ധമാക്കിയിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: ഇനി അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഗോവിന്ദൻ: നീരാട്ടുകുളി കഴിഞ്ഞ ഉടനെ മഠത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്ത് കളഞ്ഞാൽ മതി. ദക്ഷിണ കഴിഞ്ഞാൽ ആളുകൾ പിരിയും. പുറത്തേക്കെല്ലാം ഇന്ദുലേഖയ്ക്കാണ് സംബന്ധം നടന്നത് എന്ന് അവർ ശ്രുതിപ്പെടുത്തുകയും ചെയ്യും. നമ്പൂതിരിപ്പാട്: മിടുക്കൻ തന്നെ നീ, മിടുമിടുക്കൻ. അപ്പോൾ കർത്തേടവും ചെറുശ്ശേരിയും ഈ വിവരം അറിയില്ലേ? ഗോവിന്ദൻ: ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തോ ചില സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. സൂക്ഷ്മമൊന്നും അറിയില്ല. വേഗം നീരാട്ടുകുളി കഴിഞ്ഞു ദക്ഷിണ കഴിയട്ടെ. നമ്പൂതിരിപ്പാട്: ചെറുശ്ശേരി എവിടെയാണ്? ഗോവിന്ദൻ: അമ്പലത്തിലോ മറ്റോ പോയിരിക്കുന്നു. അടിയൻ കണ്ടില്ല. നമ്പൂതിരിപ്പാട്: കറുത്തേടമോ? കറുത്തേടത്തോട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഗോവിന്ദൻ: ഇപ്പോൾ ഉറങ്ങി എണീറ്റു തെക്കേ അറയിൽ ഇരുന്ന് മുറുക്കുന്നു. നമ്പൂതിരിപ്പാട്: എന്നാൽ നോക്കു കുളിക്കാൻ പോവുക എന്നും പറഞ്ഞ് ഗോവിന്ദനെ കൊണ്ട് ചങ്ങലവട്ടയും പിടിപ്പിച്ച് നമ്പൂതിരിപ്പാട് താഴത്തിറങ്ങി. കൂടെ കേശവൻ നമ്പൂരിയും പുറപ്പെട്ടു. അമ്പലത്തിൻ്റെ ഉമ്മറത്തായപ്പോൾ ശങ്കരശാസ്ത്രികളും 2 നമ്പൂതിരിമാരും കൂടി 7 മണിക്ക് അത്താഴവും കഴിച്ച് തീവണ്ടി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. അതിൽ ഒരു നമ്പൂരിയെ നമ്പൂരിപ്പാട്ടിലേക്ക് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹവും ശാസ്ത്രികളും മറ്റേ നമ്പൂരിയും നമ്പൂരിപ്പാട്ടിലെ കണ്ടപ്പോൾ വഴിതെറ്റി അല്പം ഓച്ചാനിച്ചു നിന്നു. നമ്പൂതിരിപ്പാട്: ഓഹോ, കിളിമംഗലം എപ്പോഴെത്തി? എങ്ങട്ടാണ് ഇപ്പോൾ ഈ അസമയത്ത് യാത്ര? കിളിമംഗലം: ഞാൻ അടിയന്തിരമായി കോടതിയിൽ ഒരു കാര്യമായി പോവുകയാണ്. വൈകിട്ട് ഇവിടെ എത്തി. നാളത്തെ വണ്ടിക്ക് പോയി കോടതിയിൽ ഹാജരാകേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടത്തെ കാണാതെ പുറപ്പെടുകയില്ലായിരുന്നു. സന്തോഷമായി. വന്ന വിവരവും മറ്റും ഞാൻ അറിഞ്ഞിരിക്കുന്നു. സന്തോഷമായി. ഞാൻ ഉടനെ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. നമ്പൂതിരിപ്പാട്: കിളിമംഗലം ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ടോ? കിളിമംഗലം: ഇല്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ ഇനി മനയ്ക്കൽ വന്നാൽ കാണാം. ഞാൻ പുലർച്ചയ്ക്ക് പുറപ്പെടും. കിളിമംഗലം: കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. നമ്പൂതിരിപ്പാട്: ഇന്ദുലേഖ കൂടെ തന്നെ. ഇനി അതിന് സംശയമുണ്ടോ? കിളിമംഗലം: അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇവിടുത്തെ ഭാഗ്യം വേറെ ആർക്കും സിദ്ധിച്ചിട്ടില്ല. ഞാൻ ഉടനെ മനയ്ക്കൽ വന്ന് കണ്ടുകൊള്ളാം. ഈ സംഭാഷണം കഴിഞ്ഞ ഉടനെ ശാസ്ത്രികളും നമ്പൂരിമാരും കൂടി സത്രത്തിലേക്ക് പുറപ്പെട്ടു. തീവണ്ടി സ്റ്റേഷനിലേക്കുള്ള പകുതി വഴി അർദ്ധരാത്രി സമയമാവുമ്പോഴേക്ക് നടന്നു. പൂവള്ളി വക സത്രത്തിൽ കയറിക്കിടന്ന് ഉറങ്ങുകയും ചെയ്തു. നമ്പൂതിരിപ്പാട് ക്ഷണത്തിൽ കുളി കഴിഞ്ഞ് ബ്രാഹ്മണരെ മഠത്തിൽ വിളിച്ച് ദക്ഷിണ തുടങ്ങി. 200 പേർക്ക് ദക്ഷിണ കഴിഞ്ഞ ഉടനെ ആളുകളെല്ലാം പിരിഞ്ഞു. ചെറുശ്ശേരി അപ്പോഴേക്ക് എത്തി. അദ്ദേഹം അതുവരെ പൂവരങ്ങിൽ ഇന്ദുലേഖയുടെ മാളിക മുകളിൽ സംസാരിച്ചും കൊണ്ട് ഇരുന്നിരുന്നു. ശങ്കരമേനവൻ നമ്പൂതിരിപ്പാട്ടിനെ വിവരമറിയിക്കാൻ ഗോവിന്ദനോട് പറഞ്ഞ ഉടനെ പൂവള്ളി വീട്ടിൽ വന്ന് കല്യാണിക്കുട്ടിയുടെ അമ്മ കുമ്മിണി അമ്മയോട് വിവരമറിയിച്ച് എല്ലാം ഷട്ടം ചെയ്തോളാൻ പറഞ്ഞു. ഈ വിവരം കേട്ടപ്പോൾ കുമ്മിണി അമ്മയ്ക്ക് ബഹു സന്തോഷമായി. ഉടനെ പാർവതിയമ്മയെ അറിയിച്ചു. പാർവതിയമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ 2 പ്രകാരത്തിൽ സന്തോഷമുണ്ടായി. വിവരം ഇന്ദുലേഖയെ ഉടനെ അറിയിക്കണമെന്ന് നിശ്ചയിച്ചു. ക്ഷണത്തിൽ പാർവതിയമ്മ ഇന്ദുലേഖയുടെ മാളികയിൽ കയറിച്ചെന്നു. ചെല്ലുമ്പോൾ ഇന്ദുലേഖ ചെറുശ്ശേരി നമ്പൂരിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പാർവതിയമ്മ കടന്നു വരുന്നത് കണ്ട ഉടനെ ഇന്ദുലേഖ എഴുന്നേറ്റ് അടുത്തു ചെന്നു. സ്വകാര്യം ഒന്ന് പറവാനുണ്ട് എന്ന് പാർവതിയമ്മ പറഞ്ഞു. 2 ആളും കൂടി അറയിലേക്ക് പോയി. പാർവതിയമ്മ: ഇന്ദുലേഖ ഒരു വിശേഷം കേട്ടുവോ? ഇന്ദുലേഖ: ഇല്ല, എന്താണ്? പാർവതിയമ്മ: നമ്പൂതിരിപ്പാട് നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ഇന്ന് രാത്രി സംബന്ധം തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നുവത്രേ. ഇന്ദുലേഖ വല്ലാതെ ചിരിച്ചുപോയി. കുറേ നേരം ചിരിച്ചു. ശ്വാസം നേരെ വന്നതിൽ പിന്നെ. ഇന്ദുലേഖ: നിങ്ങളോട് ആര് പറഞ്ഞു? പാർവതിയമ്മ: എന്ത്, ശങ്കരജ്യേഷ്ഠൻ പൂവള്ളി വന്നു പറഞ്ഞു.
അവിടെ കട്ടിലും കിടക്കയും പടിഞ്ഞാറ്റകത്ത് കൊണ്ടുപോയി ഇട്ട് അറ വിധാനിക്കുന്ന തിരക്കായിരിക്കുന്നു. അമ്മാമൻ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വിളക്കുകളും മറ്റും അറയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഇന്ദുലേഖ: കല്യാണിക്കുട്ടിയെ ഈ വിവരം അറിയിച്ചുവോ? പാർവതിയമ്മ: പറഞ്ഞിട്ടില്ല. അവളെ ഞാൻ കണ്ടില്ല. ജ്യേഷ്ഠത്തി പറഞ്ഞിരിക്കുമോ എന്നറിഞ്ഞില്ല. ജ്യേഷ്ഠത്തിക്ക് വളരെ സന്തോഷമുള്ളതുപോലെ തോന്നി. ഇന്ദുലേഖ: കഷ്ടം. ആ പെണ്ണിനെ സംബന്ധം തുടങ്ങുന്ന വിവരം അവളെ അറിയിച്ചിട്ട് വേണ്ടേ? ആട്ടെ, നിങ്ങൾ പൊയ്ക്കോളിൻ. ഞാൻ പുറത്തിരിക്കുന്ന ആ നമ്പൂരിയെ പറഞ്ഞയച്ചിട്ട് ഉടനെ പൂവള്ളി വരാം. പാർവതിയമ്മ പോയ ഉടനെ ഇന്ദുലേഖ പുറത്തളത്തിൽ വന്ന് ചെറുശ്ശേരി നമ്പൂരിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ഇന്ദുലേഖ: തിരുമനസിനെ ഒരു വർത്തമാനം കേട്ടുവോ? നമ്പൂതിരിപ്പാട് വലിയച്ഛൻ്റെ മരുമകൾ കല്യാണിക്കുട്ടിക്ക് ഇന്ന് രാത്രി സംബന്ധം തിളങ്ങുന്നുവത്രേ. ചെറുശ്ശേരി ചിരിച്ചും കൊണ്ട്: ദൈവാധീനം. കല്യാണിക്കുട്ടിയെയും കിട്ടിയില്ലെങ്കിൽ വൃഷളി അമ്മുവയെങ്കിലും നിശ്ചയമായി സംബന്ധമുണ്ടാവും. കഷ്ടം. ബുദ്ധിക്ക് വ്യവസ്ഥയും തൻ്റെ ഇടവും ഇല്ലാഞ്ഞാൽ ഒരു മനുഷ്യനെ എന്തിനു കൊള്ളാം. ഈ കേട്ട വർത്തമാനം ശരിയാണെങ്കിൽ യാത്ര പുലർച്ചെ ഉണ്ടാവും എന്ന് തോന്നുന്നു. മാധവൻ എത്തുമ്പോഴേക്ക് ഞാൻ ഇവിടെ വരാം. മദിരാശിക്ക് വന്ന പിറ്റേ ദിവസം തന്നെ യാത്രയാണെങ്കിൽ വിവരത്തിന് എനിക്ക് എഴുത്തയക്കണം. ഞാൻ മദിരാശിക്ക് എത്തിക്കൊള്ളാം. ഇന്ദുലേഖയ്ക്കും മാധവനും മേൽക്കുമേൽ ശ്രേയസ്സുണ്ടാവട്ടെ എന്നും പറഞ്ഞ് ചെറുശ്ശേരി അവിടെ നിന്ന് ഇറങ്ങി മഠത്തിൽ എത്തുമ്പോഴേക്ക് നമ്പൂതിരിപ്പാട് ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഊണ് കഴിഞ്ഞ് നമ്പൂതിരിപ്പാട് മുറുക്കാൻ മഠത്തിൻ്റെ കോലാമ്മൽ ഇരുന്നു. കേശവൻ നമ്പൂരിക്ക് ആകപ്പാടെ വല്ലാതെ ഒരു പരിഭ്രമമായി. ദക്ഷിണയും മറ്റും കൊടുക്കുന്നത് കണ്ടതുകൊണ്ടും നമ്പൂതിരിപ്പാട് കിളിമംഗലത്ത് നമ്പൂതിരിയോട് പറഞ്ഞ വാക്കുകൾ ഓർത്തും ഉച്ചയ്ക്ക് പാട്ടും മറ്റും നടന്ന അവസ്ഥ വിചാരിച്ചും ഇന്ദുലേഖയുടെ സംബന്ധം അന്നു തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചുവെങ്കിലും പിന്നെയും ഒരു പരിഭ്രമം. പരിഭ്രമത്തിന് കാരണം എന്താണെന്ന് ഈ ശുദ്ധാത്മാവിന് തന്നെ നിശ്ചയമില്ല. നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ മാളികയിൽ നിന്ന് പകൽ 2 മണിക്ക് ഇറങ്ങിയ മുതൽ നമ്പൂതിരിപ്പാട്ടിലെ കൽപ്പന പ്രകാരം ഈ മാളികയിൽ നിന്ന് ഒരു ദിക്കിലും കേശവൻ നമ്പൂതിരി പോകയോ യാതൊരു വർത്തമാനം അറിയുകയോ ഉണ്ടായിട്ടില്ല. നമ്പൂതിരിപ്പാട് മുറുക്കാൻ കോലാമ്മൽ ഇരുന്ന ഉടനെ കേശവൻ നമ്പൂരി ചെറുശ്ശേരി നമ്പൂരിയെ കൈകൊണ്ട് മാടി വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. കേശവൻ നമ്പൂതിരി: എന്താണ് ചെറുശ്ശേരി ഇത് കഥ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ചെറുശ്ശേരി ഇത്ര നേരം എവിടെയായിരുന്നു? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ ഇന്ദുലേഖയുടെ മാളികമേൽ ഉണ്ടായിരുന്നു. കേശവൻ നമ്പൂതിരി: എന്താണ്? ഇന്ന് സംബന്ധമുണ്ടെന്ന് പറഞ്ഞ് ദക്ഷിണയും മറ്റുമുണ്ടായി. ഇന്ദുലേഖയ്ക്ക് സമ്മതമായി എന്ന് തോന്നുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: ഇന്ന് സംബന്ധമുണ്ട്, അത് നിശ്ചയം. പക്ഷേ ഇന്ദുലേഖയ്ക്കല്ല. ഈ വാക്കു കേട്ടപ്പോൾ കേശവൻ നമ്പൂരിയുടെ ജീവൻ ഒന്ന് ഞെട്ടി ബോധക്ഷയം പോലെ തോന്നി. അവിടെ തന്നെ കുത്തിരുന്നു. കുടിപ്പാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഒരു കിണ്ടി വെള്ളം കുടിച്ചു. തന്നെ പടിമാളികയിൽ തന്നെ ഇരുത്തിയതിൻ്റെ കാരണവും പഞ്ചമേനവനും നമ്പൂതിരിപ്പാടുമായി സ്വകാര്യം പറഞ്ഞതിൻ്റെ സംഗതിയും മനസ്സിലായി. തൻ്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി പോയി എന്ന് നിശ്ചയിച്ച് പ്രാണവേദന സഹിപ്പാൻ പാടില്ലാതെ ചെറുശ്ശേരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. കേശവൻ നമ്പൂരി കുറെ ഒന്ന് പഠിക്കണം എന്ന് ചെറുശ്ശേരിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: എന്താണ് മുഖത്ത് നോക്കുന്നത്? ഈ ഏശാകൃതിയൊക്കെ കറുത്തേടം തന്നെ ഉണ്ടാക്കിയതല്ലേ? ഈ ചോദ്യം കേട്ടപ്പോൾ കേശവൻ നമ്പൂരിക്ക് സംശയമെല്ലാം തീർന്നു. കേശവൻ നമ്പൂതിരി: ഞാൻ ഇതൊന്നും ഓർത്തില്ല ചെറുശ്ശേരി. ഞാൻ മഹാസാധുവാണ്. എൻ്റെ ഗ്രഹപ്പിഴയ്ക്ക് എനിക്കിതെല്ലാം തോന്നി. ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം താമസിക്കുകയില്ല. ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഇല്ലത്തേക്ക് പോവും. ഇനി ഈ ദിക്കിൽ ഈ ജന്മം ഞാൻ വരികയുമില്ല. ഞാൻ പുറപ്പെടട്ടെ. ചെറുശ്ശേരി നമ്പൂതിരി: നമ്പൂതിരിയോട് യാത്ര ചോദിക്കാതെ പോവാൻ പാടുണ്ടോ? കേശവൻ നമ്പൂതിരി: ഈ ജന്മം ഈ നമ്പൂതിരിയോട് ഞാൻ സംസാരിക്കില്ല. ഈ ജന്മം ഞാൻ മൂർക്കില്ലാത്ത മനയ്ക്കൽ കടക്കുകയുമില്ല. ഞാൻ ഈ നമ്പൂതിരിയുടെ കുടിയാനല്ല. ഇയാളുടെ ആശ്രയം വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ലെന്ന് വന്നിട്ടില്ല. ഇത്ര വികൃതിയും ദുഷ്ടനുമാണ് ഇയാളെന്ന് ഞാൻ മുമ്പ് അറിഞ്ഞില്ല. ചെറുശ്ശേരി നമ്പൂതിരി: ഇന്ദുലേഖയുടെ സംബന്ധകാര്യം കൊണ്ട് ഉത്സാഹിക്കണമെന്ന് പണ്ട് എന്നോട് കറുത്തേടം പറഞ്ഞതും ഞാൻ കഴിയില്ലെന്ന് പറഞ്ഞതും ഇപ്പോൾ ഓർമ്മയുണ്ടോ? കേശവൻ നമ്പൂതിരി:
ഓർമ്മയുണ്ട്. ചെറുശ്ശേരി ബുദ്ധിമാനല്ലേ? ചെറുശ്ശേരിയുടെ ബുദ്ധിയിൽ 100% ബുദ്ധി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ആപത്തൊന്നും എനിക്ക് വരുന്നതല്ലായിരുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: ആട്ടെ, താങ്കൾക്ക് ആവശ്യമില്ലാതെ കാര്യത്തിൽ പ്രവേശിച്ചാൽ ഇങ്ങനെയെല്ലാം വ്യസനിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ബോധ്യമായോ? കേശവൻ നമ്പൂതിരി: നല്ല ബോധ്യമായി ചെറുശ്ശേരി. ഞാൻ ഇനി പോവുന്നു. ഞാൻ ഈ സംബന്ധവും കണ്ടും കൊണ്ട് ഇവിടെ ഇരിക്കില്ല. ഞാൻ ബാല്യക്കാരെ വിളിക്കട്ടെ. ചെറുശ്ശേരി നമ്പൂതിരി: എന്താണ് ഈ സംബന്ധം കണ്ടാൽ കറുത്തേടത്തിന് വിരോധം? കേശവൻ നമ്പൂതിരി: നല്ല ശിക്ഷ, ശിക്ഷ, ശിക്ഷ. ബുദ്ധി തന്നെ പോലെ ഇല്ലെങ്കിലും ഞാൻ അത്ര ശപ്പനാണെന്ന് താൻ വിചാരിക്കേണ്ട. ഞാൻ ഈ സംബന്ധം നടക്കുന്ന ദിവസം ഇവിടെ താമസിക്കുന്നത് ബഹുയോഗ്യത അല്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: ഇതെന്ത് കഥയാണ് ഹേ? നമ്പൂതിരി കല്യാണിക്കുട്ടിക്ക് സംബന്ധം തുടങ്ങുന്ന സമയം കറുത്തേടം ഇവിടെ നിന്നാൽ കറുത്തേടം ശപ്പനായി പോവുമോ? കേശവൻ നമ്പൂതിരി വല്ലാതെ ആശ്ചര്യപ്പെട്ട് വായ പിളർന്നുപോയി. കേശവൻ നമ്പൂതിരി: കല്യാണിക്കുട്ടിക്കോ? കല്യാണിക്കുട്ടിക്കാണ് സംബന്ധം? ചെറുശ്ശേരി നമ്പൂരി: അതെ, കല്യാണിക്കുട്ടിക്കാണ്. കേശവൻ നമ്പൂരി: ശിവ ശിവ, നാരായണ നാരായണ. ഞാൻ വല്ലാതെ അന്താളിച്ചു. ശിവ ശിവ. ചെറുശ്ശേരി എന്നെ കഠിനമായി വ്യസനിപ്പിച്ചു. ചെറുശ്ശേരി നമ്പൂരി: ഞാനൊന്നും വ്യസനിപ്പിച്ചില്ല. കറുത്തേടം വെറുതെ വ്യസനിച്ചതാണ്. അതിന് ഞാനെന്തു ചെയ്യട്ടെ? ഇന്ന ആൾക്കാണ് സംബന്ധം എന്ന് ഞാൻ പറഞ്ഞുവോ? എന്നോട് കറുത്തേടം ചോദിച്ചുവോ? ഇല്ല. ഇന്ദുലേഖയ്ക്കല്ല സംബന്ധം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വെറുതെ അന്താളിച്ചു. കറുത്തേടത്തിൻ്റെ ഭാര്യയ്ക്കാണെന്ന് വിചാരിച്ച് വ്യസനിച്ചാൽ ഞാനെന്തു ചെയ്യും? കേശവൻ നമ്പൂതിരിക്ക് ജീവൻ നേരെയായി. രണ്ടുപേരും കൂടി നമ്പൂതിരിപ്പാട് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ഉടനെ നമ്പൂതിരിപ്പാടും ചെറുശ്ശേരി നമ്പൂതിരിയും കേശവൻ നമ്പൂതിരിയും മറ്റും പൂവരങ്ങിലേക്ക് വന്നു. കുറേ നേരം പഞ്ചുമേനോനുമായി സംസാരിച്ച ശേഷം ഇനി അങ്ങോട്ട് എഴുന്നള്ളാം എന്ന് പഞ്ചുമേനവൻ പറഞ്ഞ പ്രകാരം നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി നമ്പൂരി, കേശവൻ നമ്പൂരി, തൻ്റെ ഭൃത്യവർഗങ്ങൾ ഇവരെല്ലാവരോടും കൂടി പൂവള്ളി വീട്ടിലേക്ക് പോയി. സാധാരണ സമ്പ്രദായപ്രകാരം നമ്പൂതിരിപ്പാട് കാൽ കഴുകി അകത്തേക്ക് കടന്ന് പടിഞ്ഞാറ്റ അറയിൽ അതിവിശേഷമായി വിരിച്ച പട്ടുകിടക്കയിൽ കിടന്നു. ആ അകത്തിൻ്റെ കിഴക്കേ വാതിലടച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകളെല്ലാം കൂടി തിക്കിത്തിരക്കി പടിഞ്ഞാറ്റയുടെ പടിഞ്ഞാറേ വാതിലിൽ കൂടി ഒരു ജീവനുള്ള പന്നിയെയോ മറ്റോ പിടിച്ച് കൂട്ടിലാക്കുന്നത് പോലെ സാധു കല്യാണിക്കുട്ടിയെ പിടിച്ച് തിരക്കി തള്ളി പടിഞ്ഞാറ്റയിലിട്ടു. പടിഞ്ഞാറേ വാതിലും ബന്ധിച്ചു. സംബന്ധവും കഴിഞ്ഞു. ഗോവിന്ദൻ അതിജാഗ്രതയോടെ ഹമാലന്മാരെയും മറ്റും ഷട്ടം ചെയ്തു. പല്ലക്ക്, മഞ്ചൽ മുതലായത് രാത്രി തന്നെ എടുത്ത് പുറത്തു വെപ്പിച്ച് ലേശം ഉറങ്ങാതെ നിന്നു. വഴിയിൽ വെച്ചോ മറ്റോ ആരെങ്കിലും ചോദിച്ചാൽ ഇന്ദുലേഖയെ തന്നെയാണ് സംബന്ധം ചെയ്തു കൊണ്ടുപോകുന്നത് എന്ന് പറയണം എന്ന് നമ്പൂതിരിപ്പാട്ടിലെ കൂടെയുള്ള ശേഷം എല്ലാവരോടും താക്കീതു ചെയ്ത് ഭദ്രമായി ഉറപ്പിച്ചു. വെളിച്ചാവാൻ ഒരു 10 നാഴിക ഉള്ളപ്പോൾ തന്നെ പടിഞ്ഞാറ്റയിലെ വാതുക്കൽ ചെന്നു നിന്ന് ഗോവിന്ദൻ ചുമച്ചും ഒച്ചയിട്ടും നമ്പൂതിരിപ്പാട്ടിലെ ഉണർത്തി. ഉടനെ വീട്ടിൽ എല്ലാവരും ഉണർന്നു. പൂവരങ്ങിൽ നിന്ന് പഞ്ചുമേനവനും കേശവൻ നമ്പൂരിയും വന്നു. പെണ്ണിനെ പിടിച്ച് ഒരു പല്ലക്കിലിട്ട് പൂട്ടി. നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പല്ലക്കിൽ കയറി. കേശവൻ നമ്പൂതിരി അനുയാത്ര ചെയ്യുവാൻ നിശ്ചയിച്ച് ഒരു മഞ്ചലിലും ചെറുശ്ശേരി ചിരിച്ചും കൊണ്ട് തൻ്റെ മഞ്ചലിലും കയറി. ആട്ടും തുപ്പും നിലവിളിയുമായി പുറപ്പെട്ടു പോകുകയും ചെയ്തു.